നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ബിടെക്കിന് ഫിസിക്സും കെമിസ്ട്രിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സബ്ജക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ദിവസം മാത്സ് കഴിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ബിടെക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ കെമിസ്ട്രി ഒക്കെ വീഡിയോസ് നമ്മൾ അത്യാവശ്യമൊക്കെ ചെയ്ത് ഫിസിക്സ് വീഡിയോസ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടില്ല. കാരണം +1 +2 ഒക്കെ BSc ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽസും അവരുടെ ക്രിസ്മസ് പരീക്ഷകളും ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കിലായിരുന്നു. ഫിസിക്സിൻ്റെ നിങ്ങൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് 4 മൊഡ്യൂളാണെന്ന് നിങ്ങൾക്കറിയാം. 4 മൊഡ്യൂളിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കൊന്ന് പറയുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വട്ടം നിങ്ങളൊന്ന് അതൊന്ന് പഠിച്ചുകൊണ്ട് പോകുന്ന നോക്കുക. മാക്സിമം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിലോട്ടാണ്. ഇപ്പം നമ്മളും KTUവിൻ്റെ ഇതിൽ ഫിസിക്സ് അധ്യാപകനായിട്ട് ലെക്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം അതിനെക്കുറിച്ചുള്ളൊരു ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാത്തതിന് ആദ്യമേ സോറി പറഞ്ഞുകൊണ്ട് മാഷ് തുടങ്ങുകയാണ്. മൊഡ്യൂൾ 1 ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് വളരെയധികം ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫെർമി എനർജി, അതുപോലെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എനർജി ബാൻഡ്സ് ചോദിക്കാം. ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെയിൻ പോലൊരു പോർഷനാണ്. ട്രാൻസിഷൻ ടെമ്പറേച്ചർ, സൂപ്പർ കണ്ടക്ടിവിറ്റി, ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ഫീൽഡ്, മേസ്നർ എഫക്റ്റ്. അന്നേരം ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി, ട്രാൻസിഷൻ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ ഫീൽഡ്, മേസ്നർ എഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടൈപ്പ് 1 സൂപ്പർ കണ്ടക്ടേഴ്സും ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ് എന്താണെന്നും അതിൻ്റെ ഡിഫറൻസും ചോദിക്കാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ്. അടുത്തത് BCS തിയറി. പിന്നെ നമുക്ക് അടിപൊളി ഒരു ടോപ്പിക്കാണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അതെ, ഈ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻസ്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ ട്രാൻസിഷൻ ടെമ്പറേച്ചർ, സൂപ്പർ കണ്ടക്ടിവിറ്റി, മേസൺ എഫക്റ്റ്, ആപ്ലിക്കേഷൻസ് ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി, BCS തിയറി. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടേ പോകാവുള്ളൂ. മൊഡ്യൂൾ 2 അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വേവ് ഫംഗ്ഷൻ പ്രോപ്പർട്ടീസ്, ഷ്രോഡിഞ്ചറിന്റെ ഇക്വേഷൻ, അത് വളരെയധികം ചാൻസ് ആണ് അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കാൻ. പിന്നെ ഡെറിവേഷൻ ഓഫ് എനർജി ഏജന്റ് വാല്യൂസ് നോക്കുക. പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് മൊഡ്യൂൾ 2 ഇത്രയും ടോപ്പിക്കുകളെങ്കിലും നിങ്ങൾ മിനിമം നോക്കിക്കൊണ്ട് പോവുക. മൊഡ്യൂൾ 3 ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് പോവുക. എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പ്യുവർ സെമി കണ്ടക്ടർ ആണ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതാണ് എക്സ്റ്റൻസീവ് സെമി കണ്ടക്ടർ. ആ എക്സ്റ്റൻസീവ് സെമി കണ്ടക്ടർ നിങ്ങൾ ഡീറ്റെയിൽ പഠിച്ചുകൊണ്ട് പോയില്ലെങ്കിലും അത്യാവശ്യം നോക്കിക്കൊണ്ട് പോവുക. ഇൻട്രൻസിക് സെമി കണ്ടക്ടർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഫോർവേഡ് ആൻഡ് റിവേഴ്സ് PN ജംഗ്ഷൻ, ഡയോഡ് ഇക്വേഷന്റെ ഡെറിവേഷൻ നിർബന്ധമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. മൊഡ്യൂൾ 4 പക്ക ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഹാഫ് വേ റെക്ടിഫയർ, ഫുൾ വേ റെക്ടിഫയർ, അതിന്റെ പടം, അതിന്റെ ഡയഗ്രാംസ്, അതിന്റെ വർക്കിംഗ് എല്ലാം, സെനാ ഡയോഡ്, അതിന്റെ VI ഗ്രാഫ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ടണൽ ഡയോഡ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഫോട്ടോണിക് ഡിവൈസസ്, പിന്നെ സോളാർ സെല്ല്, സോളാർ പാനൽ, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടാവുന്നതാണ്. നിങ്ങൾക്ക് തോക്കാതിരിക്കാനുള്ള എല്ലാ സാധനങ്ങളും, ഡബിൾ പാസ് മാർക്ക് കൂടുതൽ മേടിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. അന്നേരം വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാത്തതിന് ക്ഷമ ചോദിക്കുന്നു. പറഞ്ഞാലുള്ള സമയപരിമിതി വളരെ കുറവായിപ്പോയി. അന്നേരം ഇത് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് എഴുതി വെക്കുമോ, ഈ പറയുന്ന ഒന്നോ രണ്ടോ വട്ടം ഒന്ന് കേൾക്കുകയും ശേഷം മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. എന്തായാലും നിങ്ങൾ തോക്കത്തില്ല. ഡബിൾ പാസ് മാർക്ക് മിനിമം നമ്മളെ വീഡിയോസ് കണ്ട് പഠിച്ചിട്ടുള്ളവർക്ക് ഡബിൾ പാസ് മാർക്ക് മിനിമം സ്കോർ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ട് എന്ന് മാഷ് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. നല്ലപോലെ പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.